ഇതുകൊണ്ട് ഇവിടെ വീണ്ടും കാട്ടുപശുക്കളുടെ മറ്റൊരു കൂട്ടം നിൽപ്പുണ്ടേ. നമ്മളതിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല, വല കെട്ടാനായിട്ട് പോകാം കേട്ടോ. ഉണ്ട് ഒരു ചെറിയ കുഞ്ഞും കുറേ പശുക്കളും ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ കണ്ട കൂട്ടമല്ലോ, വേറെ സെറ്റാണ്. ഇത് പല പല ഗ്രൂപ്പായിട്ട് നടക്കുന്നത്. നമ്മളിതുവരെ കണ്ടിട്ടില്ല കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ ഓടി കാട്ടി കയറുവേ. ഡാമിൻ്റെ നടക്കാട്ടത്. ഇവിടെ നിന്ന് ആരും അഴിച്ചുവിട്ട് വളർത്തുന്ന പശുക്കളൊന്നുമല്ല. ഒരുപാട് പേര് അറിയാതെ കമൻറ്റിടുന്നുണ്ട്. അപ്പോൾ ഈ നാട്ടിൽ ജീവിക്കുന്ന എനിക്കാണോ വേറെ ആൾക്കാർക്കാണോ കൂടുതലായിട്ട് അറിയുന്നതിനെപ്പറ്റി. കുഞ്ഞുങ്ങളാവണ്ടല്ലോ. ഇത് ഞങ്ങളുടെയൊക്കെ പശുക്കളായിരുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ കാട് കയറി പോയതാണ്. ഇനി ഒരിക്കലും പിടുത്തം കിട്ടത്തില്ല. ഈ പിടുത്തം കിട്ടിയാൽ തന്നെ ഈ സാധനത്തെ ഒരിക്കലും വീട്ടിൽ കൊണ്ടുവരാനായിട്ട് പറ്റില്ല. കാരണം ഇത് കാട്ടുമൃഗങ്ങളുടെ അതേ സ്വഭാവം തന്നെയാണ്. നമ്മളെയൊക്കെ കുത്തി ശരിയായി കളയും. പിന്നെ ഡേഞ്ചർ സാധനമാണ്. പിന്നെ തനി നാടൻ പശുക്കൾ മാത്രമല്ല കേട്ടോ, അല്ലാത്ത ഇനങ്ങളൊക്കെ ആയിട്ട് ക്രോസ് ആയിട്ടുണ്ട്. അങ്ങനെ പല ടൈപ്പ് പശുക്കൾ ഈ കാട്ടിലുണ്ട്. ഇത് നാച്ചുറലായിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. പിണ്ണാക്കും ഒന്നും ഈ പശുവിന് ആവശ്യമില്ല കേട്ടോ. പശുക്കൾ ശരിക്കും പുല്ല് എന്നാണ് ജീവിക്കേണ്ടത്. നല്ല ആരോഗ്യമായിട്ടുള്ള പശുക്കളല്ല. പിന്നെ ചിലർ പറഞ്ഞാൽ കേൾക്കാം, ഈ പശുക്കളൊക്കെ ഭയങ്കര വൃത്തിയാണല്ലോ, ഇതിനാരെ കുളിപ്പിക്കുന്നതൊക്കെ. ഈ പശുവിനെയും ആനയും മൃഗങ്ങളൊക്കെ ആരെയും കുളിപ്പിച്ചിട്ടാണ് എത്ര വൃത്തിക്ക് നടക്കുന്നത്. അതൊക്കെ നാച്ചുറലായിട്ടുള്ള രീതിക്ക് അതിന് വൃത്തി ആയിക്കോളൂ. ഇതിൻ്റെ തീരെ ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ ചെന്ന പിടിക്കാറുണ്ടേ. ചെന്നാൽ മാത്രമേ ഇവിടെ ഉള്ളൂ. പുലി, കടുവ അങ്ങനെയുള്ള ഐറ്റംസൊന്നും ഇല്ല കേട്ടോ. ചെന്നാൽ പിന്നെ കുറേയൊക്കെ തീർക്കും. അതൊരു 10-20 തവണയൊക്കെ കൂട്ടമായിട്ട് വന്നിട്ടേ ആക്രമിച്ച് കളയും. കണ്ടു, ഇപ്പോഴാണ് നമ്മളെ കണ്ടതേ. എല്ലാം കൂടി കാട്ടിലേക്ക് കയറാൻ തുടങ്ങി. കണ്ടോ, കുറേ ദൂരെ നിന്ന് കണ്ടോളേ, എല്ലാം ഓടാൻ തുടങ്ങി.